തെറ്റ് ചെയ്തത് ഞാനാണ്. ഒരു സ്ത്രീയും ചെയ്യാൻ പാടില്ലാത്ത കടും ക്രൂരത ഞാൻ ചെയ്തിട്ടുണ്ട്, എന്റെ നിലനിൽപ്പിന് വേണ്ടി. എന്നാലും രാമുണ്ണിയെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നിന്റെ ശരീരത്തിൽ ഒരു പോരലേൽക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട് രാമുണ്ണി. എന്നോട് ക്ഷമിക്കൂ. രാഗസംഗമം രാമൻ മാറി നിൽക്ക്. എന്നെ തുടരുത് രാമ. വിടണേ രാമണി, വിടണേ, വിടാനാ പറഞ്ഞത്. രാമണി, എടാ നീ എന്നെ മറ്റൊരു ശ്രീദേവി കുഞ്ഞമ്മയാണെന്ന് കരുതിയല്ലേ? ഒരു ദുർബല നിമിഷത്തിൽ നീ കീഴ്പ്പെടുത്തിയത് രക്തവും മാംസവും തുടിക്കുന്ന പച്ചയായ ഈ ശരീരത്തെയാണ്. ഇനി എന്നിലെ സ്ത്രീത്വം ഒരിക്കലും നിനക്ക് വഴങ്ങിത്തരില്ല. ഇനി എന്നിലെ സ്ത്രീയെ ജയിക്കാൻ നിനക്കെന്നല്ല, ഈ ലോകത്ത് ഒരു പുരുഷന് കഴിയില്ല. അതാണ് നിന്റെ മോഹമെങ്കിൽ എനിക്ക് പോടാവുന്നത്. I said you get out. ഇല്ല, നിന്നെ ഞാൻ മരിക്കാൻ അനുവദിക്കില്ല. നീ എന്തിനാണ് ചാവാൻ പോകുന്നത്? ജീവിക്കാൻ എനിക്ക് അർഹതയില്ല. നീ ജീവിക്കണം. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി ഞാൻ ജീവിക്കണം? നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെ എതിർത്ത് തോൽപ്പിക്കാൻ എനിക്കതിന് കഴിയില്ല. കഴിയും. നീ ആരെയാണ് ഭയപ്പെടുന്നത് അവരെ നേരിടാൻ നിന്നോടൊപ്പം ഞാനും ഉണ്ടാകും. വേണ്ട, എന്റെ വഴിക്ക് എന്നെ വിട്ടേക്കോ. ശാന്തി, ശാന്തി, ഇപ്പോ ആ പേര് മാത്രമേ ഉള്ളൂ എനിക്ക്. എന്റെ ജീവിതത്തിലെ ശാന്തിയെല്ലാം എന്നെ എനിക്ക് നഷ്ടപ്പെട്ടു. ചെറുപ്പത്തിൽ അമ്മ മരിച്ചു, പിന്നീടെല്ലാം എന്റെ അച്ഛനായിരുന്നു. എന്തിനാണ് കരയുന്നേ? അമ്മയെ ഓർത്താണോ? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. വരും മോളെ, നമുക്ക് പോവാം. എങ്ങോട്ടാ അച്ഛാ? മോളെ, അച്ഛൻ കോൺവെന്റ് ചേർക്കാൻ പോവാ. മോള് ഇന്നു മുതൽ ഇവിടെയാ താമസിക്കാൻ പോകുന്നു. അപ്പൊ അച്ഛനും? അച്ഛൻ കൂടെ കൂടെ വന്ന് മോളെ കാണാൻ. നീ പഠിച്ചു മിടിക്കാവണം കേട്ടോ. ചെല്ലു, സിസ്റ്ററോട് ചെല്ലു. വാ മോളെ. അന്നൊക്കെ എന്റെ അച്ഛൻ കൂടെ കൂടെ കോൺവെന്റിൽ വരുമായിരുന്നു എന്നെ കാണാൻ. എന്നാൽ ഞാൻ മുതിർന്നപ്പോൾ എന്റെ അച്ഛൻ എന്നിൽ നിന്ന് അകന്നുപോയി. അതിന് കാരണക്കാരി ആ ജയന്തിയായിരുന്നു. അച്ഛാ, ഇതാരാ അച്ഛാ? മോളെ കുറിച്ച് അച്ഛൻ എന്നും പറയും. പക്ഷെ ശാന്തി ഇത്ര വളർന്ന കുട്ടിയാണ് ഞാനിപ്പോഴാണ് അറിയുന്നത്. എന്റെ വളർച്ച ചിലപ്പോ അച്ഛന് പറഞ്ഞു കാണില്ല. പരിഭവങ്ങളൊക്കെ പിന്നെ പറയാം, വീട്ടിൽ ചെന്നിട്ട്. എനിക്ക് പോരാൻ പറ്റില്ല അച്ഛാ, നാളെ എക്സാം തുടങ്ങിയാണ്. പ്ലീസ് കം. മോക്ക് അവരെ ഇഷ്ടപ്പെട്ടോ? എനിക്കവരെ അറിയില്ലല്ലോ. ജയന്തി എന്നാണ് പേര്. മോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. മോൾ അമ്മയുടെ സ്ഥാനം. അച്ഛാ, എന്റെ അമ്മയുടെ സ്ഥാനം മറ്റൊരു സ്ത്രീക്കോ? ഇല്ല. ശാന്തി, ഞാൻ പറയുന്നത് കേൾക്കൂ. അച്ഛൻ ഇഷ്ടപ്പെട്ട ഏത് സ്ത്രീയും വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് എതിർപ്പില്ല. എന്നാൽ ആ സ്ത്രീ അച്ഛന്റെ ഭാര്യയല്ലാതെ എന്റെ അമ്മയാവില്ല, തീർച്ച. ശാന്തി, മോളെ ശാന്തി. പിന്നീട് ഒരിക്കലും എന്നെ കാണാൻ അച്ഛൻ വന്നില്ല. എന്നാൽ ശാന്തി, കുട്ടിയെ വിളിക്കാൻ വന്നതാ. എന്താ വേലപ്പ?
എന്റെ അച്ഛനെ കൊന്നത് അവളാണ്, ആ ജയന്തി. അവൾ എന്നെയും കൊല്ലും. ശാന്തി ഭയപ്പെടണ്ട. ഇനി ഒരിക്കലും അവളെ കാണരുതെന്ന് കരുതി ഇറങ്ങി തിരിച്ചവനാണ് ഞാൻ. എന്നാൽ ഇപ്പോൾ നിനക്ക് വീണ്ടും തിരിച്ചു വരാം. നിന്നെ ആരും കൊല്ലില്ല. വരൂ. എന്നെ വിശ്വാസമില്ലേ? രാമുണ്ണിയെ ഇനിയും ആ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആപത്താണ്. അവനെ എങ്ങനെ നശിപ്പിച്ചേ തീരും? അവനെ നശിപ്പിച്ചതുകൊണ്ട് നമുക്കൊന്നും നേടാറില്ല. അവളെയാണ് നേരിടേണ്ടത്. അതിന് നിന്റെ ശക്തിയും ആവശ്യവും പറ്റില്ല. അവളെ തറ പറ്റിക്കാനുള്ള വഴി എനിക്കറിയാം. നീ ഇവിടെ നിൽക്കൂ. എന്നെ പ്രതീക്ഷിച്ചില്ലല്ലേ? മിസ്റ്റർ രാജഗോപാൽ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എന്റെ ആഗ്രഹം ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അത് ആവർത്തിക്കാനാണോ ഇപ്പൊ ഇവിടെ വന്നത്? അതെ, ഈ നാട്ടിൽ നിങ്ങളെക്കാൾ സുന്ദരികളായ സ്ത്രീകൾ ഇല്ലാഞ്ഞിട്ടല്ല, അവരിൽ പലരും എന്റെ വധുവാകാൻ ആഗ്രഹിക്കാഞ്ഞിട്ടുമല്ല. എങ്കിൽ അവരിൽ ഒരാളെ വിവാഹം കഴിക്കണം. വേണമെങ്കിൽ മുഴുവൻ പേരെ. ആരാണ് തടസ്സം? നീ. ഒരു സ്ത്രീയുടെ മനസ്സെന്താണെന്ന് നിങ്ങൾക്കറിയില്ല. എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ത്രീയെ കുറിച്ച് എനിക്കറിയൂ. എന്തു പറയുന്നു? ഒരിക്കലും ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കില്ല. തീർച്ചയാണോ? രണ്ടുപേരെന്റെ ജീവിതത്തിലുണ്ടായി, ഇനി മറ്റൊരാളും കൂടി ഇല്ല. എണ്ണം തിട്ടമായി പറയുന്നത് നിന്റെ പാതവൃത്തി ഉറപ്പിക്കാനാണോ? എങ്കിൽ നീ ആരുടെ കൂടെയെല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. രാജഗോപാൽ, രസിക്കുന്നില്ല അല്ലേ? അനാവശ്യം പറയരുത്. ജയന്തി, ഈ വീട്ടിൽ നിന്റെ ചാർച്ചക്കാരനാണെന്ന് പറഞ്ഞ് ഒരു പയ്യനെ താമസിപ്പിച്ചിട്ടുണ്ടല്ലോ. അവനുമൊത്ത് നീ കഴിഞ്ഞിട്ടില്ലേ? ഇല്ലെന്ന് സത്യം ചെയ്ത് പറയാമോ? ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ യൗവനം നശിക്കാത്ത ഈ പ്രായത്തിൽ അല്പം പിഴച്ചുപോയാൽ അതൊരു തെറ്റല്ല. എന്നാൽ ആ തെറ്റ് ഇനിയും ആവർത്തിക്കാൻ അനുവദിച്ചുകൂടാ. നീ അവനെ ഉടനെ തന്നെ പറഞ്ഞേച്ചേക്ക്. നിനക്കതിൽ വിഷമം കാണും. അക്കാര്യത്തിൽ നിന്നെ ഞാൻ സഹായിക്കാം. രാമുണ്ണി, വരൂ. എങ്ങോട്ട്? കാറ്റും വെളിച്ചമുള്ള എവിടേക്കെങ്കിലും. കയറും. ശാന്തി, മഴ വരുന്നു, പോകാം. വരട്ടെ. എത്ര കാലമായി ഞാൻ ഈ മഴ കൊണ്ടിട്ട്.
ശാന്തി, നിന്റെ അസുഖം മാറിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ നിന്റെ ഈ കൂട്ടുകെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഇല്ല. നാട്ടിൽ നിന്ന് ഒരു സ്ത്രീയെ വെട്ടിക്കൊന്ന് ഒളിച്ചോടി വന്നവനാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ യു. എനിക്ക് നിങ്ങളുടെ ഉപദേശം ആവശ്യമില്ല. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ അത്ര വിട്ടുമല്ല. എന്നെ വിശ്വസിക്കണ്ട. എന്നാൽ ഈ വാർത്ത സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കൂ. ശാന്തി, രാമണി, രാമണി, ഓ ഇപ്പൊ ഞാൻ വിളിച്ചാൽ വിളി കേൾക്കില്ലല്ലോ. നിങ്ങൾ മനുഷ്യ സ്ത്രീയോ സംസാരിച്ചോ? രാമണി, ആ പാവം പെൺകുട്ടി നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തത്. രാമണി, ഞാനൊരു കൊലപാതകമാണ് ധരിപ്പിച്ചതെന്ന് മാത്രം നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. ഇല്ല, നിങ്ങൾ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. തോറ്റാലും നിങ്ങൾ തമ്മിലുള്ള ബന്ധം തുടരാൻ ഞാൻ അനുവദിക്കില്ല. ഒരിക്കൽ എന്നിൽ ഉറങ്ങിക്കിടന്ന മൃഗത്തെ തൊട്ടുണർത്തിയവനാണ് നീ. പിന്നീട് പലപ്പോഴായി ആ ഓർമ്മ വളർന്നപ്പോൾ ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുകയായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്ക് സഹിക്കാനാവില്ല രാമുണ്ണി. തെറ്റായ ആ ബന്ധം തുടരാതിരിക്കാൻ നിന്റെ പൂർവ്വകഥ എനിക്ക് അവളോട് പറയേണ്ടി വന്നു. ഇതിൽ രാമുണ്ണി എന്നെ കുറ്റപ്പെടുത്തരുത്. കുറ്റം ചെയ്തവൻ ഞാനാണ്. അതിന്റെ പേരിൽ എന്നോട് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. സ്നേഹം കൊണ്ട് ജയിക്കാൻ കഴിയാത്തിടത്ത് ഭീഷണി ആയുധമാക്കേണ്ടി വന്നു. ആ കഥ മറന്നേക്കൂ. അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പകരം നിന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കുത്തിക്കൊല്ലാം, വെടിവെച്ച് വീഴ്ത്താം, കൈകാലുകൾ ഒടിച്ച് തെരുവിലെറിയാം. അങ്ങനെ ചെയ്താൽ ആ ജയന്തിയെ സഹായിക്കാവും ഫലം. നീ നശിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. പരസ്പരം തല്ലി മരിക്കാറല്ലേ ബോധപൂർവം നമ്മെ പടയ്ക്കത്. നീ ഒരു പാവമാണെന്ന് ഞങ്ങൾക്കറിയാം. അവളുടെ ദുർബുദ്ധി ഊഹിക്കാൻ പോലും നിനക്ക് കഴിയില്ല. നാളെ നിന്നെ അവൾ എസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്ന എന്തിനാണെന്ന് അറിയാമോ? നിന്നെ കൊല്ലാൻ. എന്തിനാണ് എന്നെ കൊല്ലുന്നത്? ആ ശാന്തിയുടെ കാര്യത്തിൽ നീ ഇടപെട്ടില്ലേ? അവളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ നീ ശ്രമിച്ചില്ലേ? ഇല്ല, ഞാനൊന്നും ചെയ്തില്ല എന്ന് ജയന്തി വിശ്വസിക്കുന്നു. അതിനു മുൻപ് നിന്നെ നശിപ്പിക്കാൻ ഞങ്ങളെയാണ് ഏൽപ്പിച്ചത്. ഞാനും വീരയിലും ചെയ്യാൻ മടിച്ച കാര്യം നാളെ തനിച്ച പറ്റി. സൂക്ഷിച്ചോ. നിനക്കൊരു മാർഗമേ ഉള്ളൂ, അവളെ കൊല്ലുക. നീയല്ലേ നാളെ കാർ ഓടിക്കുന്നത്? വഴിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു കൊക്കയിലേക്ക് നിനക്ക് ചാടി രക്ഷപ്പെടാവുന്ന വിധത്തിൽ വണ്ടി മറിച്ചിട്ടേക്ക്. അതിന്റെ പേരിൽ പിന്നീട് എന്തുണ്ടായാലും നിന്നെ സഹായിക്കാൻ ഞങ്ങളുണ്ടാവും. എന്താ നിർത്തിക്കളഞ്ഞത്? കുറച്ചുകൂടി മുന്നോട്ട് ആ കൊക്കയിലേക്ക് വീഴാൻ പാകത്തിൽ ഓടിക്കാമായിരുന്നില്ലേ? നിനക്ക് ചാടി രക്ഷപ്പെടാനും എന്നെ അപകടപ്പെടുത്താനും അതല്ലേ കുറച്ചുകൂടി സൗകര്യം? അങ്ങനെ എന്റെ രാജഗോപാലിനെ ഉപദേശിച്ചത്? അല്ലാതെയും എനിക്ക് നിങ്ങളെ കൊല്ലാൻ കഴിയും. രാമുണ്ണിക്ക് തോക്ക് ഉപയോഗിക്കാൻ അറിയാമോ? എനിക്കതിന്റെ ആവശ്യമില്ല. പിന്നെന്തിനാണത് പിടിച്ചു പറ്റിയത്? വെടികൊണ്ടുകൊണ്ട് ചാവാൻ എനിക്കിഷ്ടമല്ല. നിന്നെ കൊല്ലാനല്ല, എന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാനിതെടുത്തത്. ശാന്തിയെ കൊല്ലാക്കൊല ചെയ്തതും അവളുടെ അച്ഛനെ കൊന്നതും അതുപോലെ നിങ്ങൾ ചെയ്ത മുഴുവൻ പാപങ്ങളും സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നില്ലേ? ഞാൻ ചെയ്ത പാപങ്ങളുടെ കഥ രാമുണ്ണിക്ക് അറിയില്ല.
എന്നോട് ഏറ്റു പറയാൻ ഞാൻ പലപ്പോഴും ഒരുങ്ങിയതായിരുന്നു. എന്തിന്? എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താനല്ല, മരിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും അത് കേൾപ്പിക്കണം, എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി. ജയന്തി ആരായിരുന്നുവെന്ന് ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണം. രാമുണ്ണിയെ പോലെ ഞാനും ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് ജനിച്ചത്. അന്തസ്സും ആഭിജാത്യവുമുള്ള ഒരു തറവാട്ടിൽ. അച്ഛൻ നേരത്തെ മരിച്ചു. കാര്യങ്ങൾ നോക്കിയിരുന്നത് എന്റെ അമ്മാവനായിരുന്നു. ആരാടാ കച്ചിയെല്ലാം വാരി അവിടെ വിതറിയിട്ടത്? എല്ലാത്തിനെയും അടിക്കാൻ എല്ലൊടിക്കും. എങ്ങോട്ടാ ഒരുങ്ങി പുറപ്പാട്? അമ്പലത്തിലേക്ക്. ഈ നേരത്തോ? കുട്ടാ, ജയന്തിയുടെ ജന്മനക്ഷത്രാണെന്ന് അമ്പലത്തിലൊരു വഴിപാട് ചീട്ടാക്കാനാ നേരത്തെ പോണേ. ശരി ശരി. ഈ വഴിപാട് ചീട്ടാക്കാൻ തുടങ്ങിയിട്ട് കാലശിയായി. അമ്മാവനോ മറ്റോ അറിഞ്ഞാൽ ദേവനും ദേവിക്കും ദോഷാണേ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. നീ ഇങ്ങോട്ട് നടക്കു വേഗം. കുട്ടി എന്തിനാ ഓടുന്നത്? ആളവിടെ തന്നെ ഉണ്ടാകും. കൊണ്ടുപോയി കൊടുക്ക. പായസം പിറന്നാളാണ്. ആരുടെ പിറന്നാളാണോ അവർ തന്നെ തരട്ടെ. എന്തേ? ആരുടെ പിറന്നാളാണോ അവരുടെ കൈ കൊണ്ട് തന്നെ തരണമെന്ന്. അതെങ്ങനെ? ആ ആളിങ്ങോട്ട് വരുന്നുണ്ട്. നാണി, നിങ്ങൾ പായസം കുടിക്കുന്ന നോക്കി നിന്നാലേ എനിക്ക് കൊതി കൂടും. വിടുന്ന്. ആരെങ്കിലും കാണും. വിടുന്ന്. പായസം കഴിക്കും. പായസമല്ലേ, എന്റെ വായിലേക്ക് ഒഴിച്ചു തരൂ.